ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ. ചൈതന്യമേ നിത്യ ചൈതന്യമേ കൈകൾ കൂപ്പുന്നു സംഭൂത സന്നിധിയിൽ. ആബേലച്ഛൻ്റെ മനസ്സിന് സന്തോഷം കൊടുക്കുക. അച്ഛനിത് ഈ മുഹൂർത്തം എന്തായാലും അച്ഛൻ തീർച്ചയായും മുകളിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇത് കാണുന്നുണ്ടാകും. അദ്ദേഹം അവിടുന്ന് സന്തോഷിക്കുന്നുണ്ടാകും. അദ്ദേഹം തന്നെ രചിച്ച് കെ ആൻ്റണി മാഷ് സംവിധാനം ചെയ്ത ആബേലച്ഛൻ്റെ എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളിൽ ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് ആബേലച്ഛൻ്റെ 23ാം ഓർമ്മ ദിനമാണ് നാം ഇന്നിവിടെ ആചരിക്കുന്നത്. അദ്ദേഹം കലാഭവനിൽ നിന്ന് മറഞ്ഞുപോയെങ്കിലും ഇപ്പോഴും ഇവിടെയും അവിടെയുമെല്ലാം കലാഭവൻ്റെ എല്ലാ പരിപാടികളും കണ്ട് ആനന്ദിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. ഇന്ന് നാം അദ്ദേഹത്തിൻ്റെ ഓർമ്മ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം നമ്മോട് പറയുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ കലാവൈഭവം എല്ലാവരുടെയും മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ വേണ്ടി തന്നെയാണ്. കലാഭവൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ മുമ്പിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ സുഹൃത്തായി ബെന്നിച്ചേട്ടൻ ആദ്യം പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ആബേലച്ഛൻ്റെ 23ാം ചരമദിനമാണ്. അത് ആഘോഷമല്ല, നമ്മളത് കൊണ്ടാടുകയാണ്. പക്ഷേ അച്ഛനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ആഘോഷമായി കൊണ്ടാടുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളും ആഘോഷമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന അതീവ ആഗ്രഹത്തോടുകൂടി മുമ്പോട്ട് പോകുന്ന ഒരാളായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകൾ ഇന്നിവിടെ കുട്ടികൾ മനോഹരമായി പാടിത്തീർത്ത പാട്ടുകൾ, ആ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ ഞാനൊക്കെ സത്യം പറഞ്ഞ ആബേലച്ഛൻ്റെ ഏറ്റവും വലിയ ആരാധകനായി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫാനായി മാറിയത് ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം, സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപം. എല്ലാ മലയാളികൾക്കും ഹൃദയമാണ് ഈശ്വരൻ്റെ വാസമെന്നും സ്നേഹമാണ് ഈശ്വരൻ്റെ രൂപമെന്നും നമ്മളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട ആബേലച്ഛനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചു. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ ഒരു 6 അടി മണ്ണിലേക്ക് ലയിക്കുകയാണ്. പക്ഷേ ആബേലച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് ലയിച്ചത് നമ്മുടെ മനസ്സിലേക്കാണ്. അതാണ് 23 വർഷം മുമ്പോട്ട് പോകുമ്പോഴും ആ പേര് കളയാതെ, ആ പ്രശസ്തി കളയാതെ, പണത്തിന് വേണ്ടി മാത്രമല്ലാതെ ഇന്നും ആ കലാഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ വളരെ നല്ല രീതിയിൽ നല്ല കരങ്ങളിൽ കൊണ്ടു നടക്കുന്ന പ്രിയപ്പെട്ട ഭാരവാഹികൾക്ക് ഒരു നല്ല കയ്യടി തന്നെ കൊടുക്കണം. കാര്യം അത്ര നല്ല പ്രവർത്തനങ്ങളാണ്. ഇത് വേറെ രീതിയിലൊക്കെ കലാഭവൻ്റെ ഒരുപാട് പേര് തിന്മകൾ ചെയ്തിട്ട് കലാഭവൻ്റെ പേരുകൾ കളയാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും കലാഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏറ്റവും അധികം നെഞ്ചോട് ചേർത്ത് പിടിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ്. തന്നെയുമല്ല ആബേലച്ഛന് ഇപ്പം ഞാൻ ഈ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഡെത്ത് ആനിവേഴ്സറി എന്ന് പറഞ്ഞപ്പോഴാണ് ബെന്നിച്ചേട്ടനെ കൊണ്ട് ഞങ്ങൾ പണ്ട് ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോയി. അപ്പോൾ അവിടെ ഒരു അടുത്തൊരു മരണം ഉണ്ടായി. അപ്പോൾ അന്ന് മാന്നാനത്താണ്. അപ്പോൾ അച്ഛനും ഇങ്ങനെ കൂടെ വന്നു.
അച്ഛനിങ്ങനെ കൂടെ വന്നു ഈ മരണ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ മരണ വീട്ടിൽ കയറുന്ന അദ്ദേഹം ഒരു കലാകാരനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ അവിടെ 2-3 പേര് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നൊരു അച്ഛനെടുത്ത് പറഞ്ഞു, ഈ വന്നയാൾ നല്ല വെള്ളമാണ്. അപ്പോൾ അയാൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ജോസഫ് ഭയങ്കര വെള്ളമടിയായിരുന്നു, പാട്ടുകാരനൊക്കെ ആയിരുന്നു, അന്നമ്മടൊക്കെ വലിയ കമ്പനിയായിരുന്നു, പക്ഷേ ഭയങ്കര വെള്ളമടിയായിരുന്നു, കള്ളു കുടിച്ച് എപ്പോഴും ഞങ്ങളുമായിട്ട് കമ്പനിയായിരുന്നു. അപ്പം പരിപാടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കള്ളു കുടിച്ച് ഞങ്ങളുമായിട്ട് എപ്പോഴും വെള്ളമടിയായിരുന്നു. അങ്ങനെ മരിച്ചു. ഇനിയിപ്പോൾ ജോസഫിനെ എപ്പോൾ കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ ഇയാളെ ഇങ്ങനെ നോക്കിയിട്ട് ഇയാളുടെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് മാത്യു എന്ന് പറഞ്ഞു. മാത്യു ഒന്ന് ഉത്സാഹിച്ചാൽ അടുത്ത ആഴ്ച മാത്യുവിന് ജോസഫ് കിടക്കുന്ന പോലെ കിടക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് പോയപ്പോൾ ഇയാൾ അവിടെ നിന്ന് പറഞ്ഞു, ഓ അച്ഛൻ മരണ വീട്ടിലും കോമഡിയാണല്ലോ. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, അത് ഈ കോമഡിക്ക് ജനനമെന്നോ മരണമെന്നോ ഒന്നുമില്ല. ഒരു നല്ല കോമഡിയാണെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ ഒരു ഓർത്തിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ പണ്ട് ഈ നമ്മൾ ഒരാളെ യാത്രയാക്കുമ്പോൾ, അപ്പം ഇവിടെ ഒരുപാട് കലാകാരന്മാർ വരുന്നുണ്ട്. അപ്പോൾ ഈ കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞു വിടാൻ അച്ഛനെ ഡയറക്റ്റ് പറഞ്ഞു വിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നേരെ പ്രസാദിനെ ഏൽപ്പിക്കും. പ്രസാദ് ഇങ്ങ് വന്ന് ഇയാളെ ഒന്ന് പറഞ്ഞു വിട്ടെ, അത് നേരെ പ്രസാദിൻ്റെ പടത്തിൽ വെക്കും. കൈകൊട്ടു വെണ്ണ കൊഞ്ചും വളകിട്ട് കൈകൊട്ട്, കൈകൊട്ടു വെണ്ണ കൊഞ്ചും വളകിട്ട് കൈകൊട്ട്. കരിമാടി കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നട്ടുണ്ടായ കല്യാണം, കരിമാടി കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നട്ടുണ്ടായ കല്യാണം. നാദസരം വേണം, തകിലു വേണം, പിന്നെ ആശാൻചെന്നന്റെ തപ്പു വേണം. നാദസരം വേണം, തകിലു വേണം, പിന്നെ ആശാൻചെന്നന്റെ തപ്പു വേണം. കലാഭവൻ മണിച്ചേട്ടൻ, ഞങ്ങൾ ഈ മണിച്ചേട്ടൻ്റെ ഒഴിവിലാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ അന്ന് കലാഭവൻ മണിച്ചേട്ടൻ ഈ കുറച്ച് സീരിയലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് തിരക്ക് പരിപാടികളൊക്കെ ആയിട്ട് പോവുക. അപ്പോൾ ഇവിടെ പറയാതെ കലാഭവൻ പറയുന്ന ഗൾഫ് ട്രിപ്പ് പോയതിൻ്റെ പേരിൽ ഇവിടുന്ന് അദ്ദേഹത്തെ യാത്രയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ വന്നൊരു സമയത്ത് ഈ മണിച്ചേട്ടൻ ഇവിടുന്ന് കരഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് മണി രക്ഷപ്പെടാനുള്ള പോക്കാണ്. മണി ആത്മാർത്ഥമായിട്ട് ഇവിടെ നിന്ന് വർക്ക് ചെയ്ത ആളാണ്. മണിയുടെ നല്ല മനസ്സാണ്. മണി ഈ അടുത്ത കാലത്ത് രക്ഷപ്പെടാൻ പോകുന്ന പോക്കാണെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടു. അടുത്ത ഒരു 1.5 വർഷത്തിനുള്ളിൽ കലാഭവൻ്റെ ജൂബിലിക്ക് മെയിൻ ഗസ്റ്റായിട്ട് മണിച്ചേട്ടൻ സന്തോഷത്തോടെ വരുന്നതും നമ്മൾ കണ്ടതാണ്. നല്ല മനസ്സോടെ ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യുക. കാര്യം ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല രീതിയിലുള്ള അവരുടെ റീൽസുകളൊക്കെ ഞാൻ കുറേ കണ്ടു. കഴിഞ്ഞ ദിവസം പ്രസാദൻ എനിക്ക് ഒരുപാട് പേരുടെ പാട്ടുകൾ അയച്ചു തന്നു, ഡാൻസുകൾ അയച്ചു തന്നു. എല്ലാം നമുക്കറിയാം 26 വർഷമായിട്ടൊക്കെ ഇവിടെ സ്ഥിരമായി സംഗീതം പഠിപ്പിക്കുന്നവരുണ്ട്, സ്ഥിരമായി ഡാൻസ് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പരിശ്രമമാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ. ലോകത്ത് എവിടെ ചെന്നാലും കലാഭവൻ എന്ന് പറയുന്ന പ്രസ്ഥാനം നമുക്ക് ഏറ്റവും അധികം അഭിമാനപൂർവ്വം കലാഭവൻ എന്ന് പറയുന്ന ഒരു ബാനർ നമുക്ക് പുറകിൽ ചേർക്കുവാനായിട്ടുള്ള സന്തോഷമെന്ന് പറയുന്നത് ഈ കലാഭവൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ ആബേലച്ചൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ, പൊന്നു വിളയുന്ന പാടത്തും നാട്ടിലും നാനായിടത്തും നീ പാറിയില്ലേ. നിഴലുപോൽ പറ്റി നീ കൂടെ നടന്നാലും നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ?